ഇപ്പൊ ആ വെബ്സൈറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റെപ്പ് ചെയ്യേണ്ടത്? അതായത് ആ വെബ്സൈറ്റിനെ എന്യൂമറേറ്റ് ചെയ്ത് എങ്ങനെയാണ് എന്യൂമറേഷൻ ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് അതിന്റെ ഇപ്പൊ എല്ലാ വെബ്സൈറ്റിലും ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഗൂഗിൾ ആയാലും ഫേസ്ബുക്ക് ആയാലും അതിന്റെ ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ഹിഡൻ ആയിട്ട് ഒരു ഡയറക്ടറി കാണും, ഒരു ലോഗിൻ പേജ് പോലെ. അത് ഡെവലപ്പറിന് മാത്രം ആക്സസ് ചെയ്യുന്ന ഒരു ലോഗിൻ പേജ് കാണും. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ആ ഒരു ഹിഡൻ ഡയറക്ടറി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ ഹിഡൻ ഡയറക്ടറി ഉപയോഗിച്ച് എങ്ങനെയാണ് ആ ലോഗിൻ പേജിലോട്ട് എത്തുന്നത്? എന്നിട്ട് ആ ലോഗിൻ പേജ് നിങ്ങൾ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലെ കംപ്ലീറ്റ് ആ ഡെവലപ്പർ കൺട്രോൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാൻ എല്ലാ വെബ്സൈറ്റിലും ഉണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നെ ആ വെബ്സൈറ്റ് എന്ത് ടെക്നോളജി ബേസ് ചെയ്താണ് റൺ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ബേസിക് തൊട്ട് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യണേ, അതായത് നിങ്ങൾ ബഗ് ബൗണ്ടിലോട്ട് പോവാണെങ്കിൽ, വെബ്സൈറ്റ് ടെസ്റ്റിങ്ങിലോട്ട് പോവാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളും കൂടി നമ്മൾ ഇന്ന് ഫെമിലറൈസ് ചെയ്യും. കാർഡിനെക്സിൽ ഒരു ടൂളുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തുള്ള എല്ലാവരും വെബ്സൈറ്റ് എന്യൂമറേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ടെസ്റ്റിങ്ങോ എല്ലാം ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഈ കൂട്ടത്തില് ജസ്റ്റ് മെസ്സേജ് ചെയ്താലും മതി. ബേസിക് തൊട്ടാണ് നമ്മൾ പോണേ, സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് തൊട്ടാണ്. ഇല്ല, വെബ്സൈറ്റ് ടെസ്റ്റിംഗ്, വെബ്സൈറ്റ് എന്യൂമറേഷൻ എന്തെങ്കിലും? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു വെബ്സൈറ്റ് ഞാനിപ്പോ ലോക്കലി ഒന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലോക്കലി ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് കൂടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അപ്പൊ ഞാൻ ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു ഒരു ബിഗിനർ ലെവൽ ഒരു ലാബാണ്. ഒരു വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ അതിന്റെയും കൂടി ഒരു ലാബും കൂടിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാനിപ്പോ തരാം. ഞാനിപ്പോ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ലാബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ചെയ്യുന്ന ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലും ചെയ്യാൻ പറ്റും. ഒരാൾ വെബ് ഡെവലപ്പർ ആണ്. ഓക്കെ, അപ്പൊ വെബ് ഡെവലപ്പർ വെബ്സൈറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി ടൂളും എല്ലാം യൂസ് ചെയ്യാറുണ്ടോ? സിനാൻ, മുഹമ്മദ്, വെബ്സൈറ്റ് ടെസ്റ്റിംഗ് ആയിട്ട് വല്ല ടൂളും എല്ലാം അവിടുന്ന് കമ്പനിയിൽ നിന്ന് വല്ല യൂസ് ചെയ്യാറുണ്ടോ? ഇപ്പൊ നിങ്ങൾ ബിൽഡ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് പ്രൊഡക്ഷനിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങളുടെ ഇന്റർണൽ ടീം ടെസ്റ്റ് ചെയ്യും. അപ്പൊ അവർ ടെസ്റ്റ് ചെയ്യുന്ന വല്ല ടൂളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? മുഹമ്മദ്, ചാറ്റിൽ റിപ്ലൈ ചെയ്തോ? കുഴപ്പമൊന്നുമില്ല, പറയേണ്ട ആവശ്യമില്ല. ചാറ്റിൽ റിപ്ലൈ ചെയ്തോ? ഓഡിയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഇല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പം മുഹമ്മദ് ഒരു വെബ് ഡെവലപ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു കമ്പനിയിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അതേപോലെ തന്നെ അവര് കണ്ണും പൊട്ടി പബ്ലിഷ് ചെയ്യത്തില്ല. ആദ്യം അതിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം അതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെപ്പൺ ടെസ്റ്റിങ്ങിലുള്ള ആളുകളെ നിയമിച്ചേക്കുന്നത്. അപ്പൊ വെപ്പൺ ടെസ്റ്റിംഗ് അവര് യൂസ് ചെയ്യുന്ന ഒരു മേജർ ടൂൾ ഉണ്ട്. അത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാം അത് ഏത് ടൂളാണ്. അപ്പൊ വെബ്സൈറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ജസ്റ്റ് കോഡ് ചെക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പം ഈ വെബ്സൈറ്റ് ഇപ്പൊ നിങ്ങൾ ബിൽഡ് ചെയ്ത അത് വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറെ ടൂളുകളുണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. അപ്പൊ അതിനകത്ത് വല്ല ഫോൾട്സോ എന്തെങ്കിലും വല്ല ഉണ്ട്, ഓട്ടോമേഷൻ ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ AI ബേസ് ചെയ്ത ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി ഉള്ള ടൂൾസ് ആണ് ഞാൻ ഇന്ന് ഫെമിലർ ആക്കണേ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏത് വെബ്സൈറ്റ് ആയാലും ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതന്നെ ടെസ്റ്റ് ചെയ്ത് തരും. അപ്പൊ എന്തൊക്കെ വൾണറബിലിറ്റി ആണെങ്കിൽ അതന്നെ പറഞ്ഞു തരും. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടൊരു വെബ്സൈറ്റ്, ഇപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പം മുഹമ്മദ് പറഞ്ഞ പോലെ അതിന് ഡെവലപ്പറിന് ഇപ്പൊ വെബ് ഡെവലപ്മെന്റ് ആണ് മുഹമ്മദ് ചെയ്യണത്. അപ്പൊ മുഹമ്മദ് വെബ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റിന് അതിന് ആ ഒരു വെബ്സൈറ്റിന് എന്തെങ്കിലും വേരിയേഷൻ ചെയ്യണമെങ്കിൽ അപ്പൊ മുഹമ്മദിന് ഒരു ലോഗിൻ പേജ് കിട്ടും. ആ ലോഗിൻ ആ വെബ്സൈറ്റിന്റെ ആക്സസ് കിട്ടാൻ വേണ്ടി, ഇപ്പം വേർഡ് പ്രസ് ആണെങ്കിൽ വേർഡ് പ്രസിന്റെ ലോഗിൻ പേജ് പോലെ, അപ്പൊ അതേപോലെ ആയിരിക്കും മുഹമ്മദിന്റെ ഒരു ലോഗിൻ പേജ് കിട്ടും. വൺസ് ആ ലോഗിൻ പേജിന്റെ ക്രെഡൻഷ്യൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് മുഹമ്മദിന് ആ വെബ്സൈറ്റിന് എന്തെങ്കിലും വേരിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതേ രീതി തന്നെയാണ് ഹാക്കർ അതിനെ മുതലാക്കുന്നത്. അപ്പൊ ഹാക്കർ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മുഹമ്മദ് ആക്സസ് ചെയ്യുന്ന ഒരു ആക്സസ് പോയിന്റ് ഉണ്ട്. ആ ആക്സസ് പോയിന്റ് ഒരു പെക്യുലർ ഒരു ഡയറക്ടറിയിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു വെബ് പേജ്, ഇപ്പൊ ഗൂഗിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേജ് കിട്ടും. പക്ഷെ ഗൂഗിളിന്റെ ഒരു ഭാഗത്തും, അതായത് ഒരു ഡയറക്ടറിയിലും ഇതേപോലെ ഒരു ലോഗിൻ പേജ് കാണും. അപ്പൊ ആ ലോഗിൻ പേജ് വൺസ് നിങ്ങൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി
ആ ഗൂഗിളിന്റെ ഇന്റർഫേസ്, അതായത് ഗൂഗിളിന്റെ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും വേരിയേഷൻ ചെയ്യാൻ പറ്റും. സെയിം വേ തന്നെ അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ആ ഒരു ഹിഡൻ ഡയറക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതുമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ സപ്പോസ് ഞാനിപ്പം സിമ്പിൾ ആയിട്ട് പറയാം, ഞാൻ ഇന്നൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വെബ്സൈറ്റാണ്, AI യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ ഡെവലപ്പർ അല്ല, അതുകൊണ്ട് ചെറിയൊരു, കാരണം നമ്മൾ ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ, ബിൽഡിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ AI യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെറിയ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വൾണറബിലിറ്റി എങ്ങനെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടായിട്ട് ഒരു ചെറിയൊരു ബേസിക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യിച്ചായിരുന്നു. അപ്പം വേണ്ട, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിൾ ഒരു ബേസിക് ഒരു അപ്പാച്ചെ വെബ് സെർവറിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു പേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ പേജ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചാറ്റിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഇത് തന്നെയാണ് ഗൂഗിളിന്റെ പേജും, ഗൂഗിളിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് എല്ലാം ഇതേപോലെ തന്നെയാണെന്ന് വിചാരിക്കുക. ഇതേ സെയിം പേജ് ആണ്, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഗൂഗിളിന്റെ പേജും വന്നു, ഫേസ്ബുക്ക് ആണ് ഫേസ്ബുക്ക്. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ഗൂഗിളിന്റെ ഈ ഒരു ലിങ്കില് ഒരു പ്രത്യേക ഒരു ഡയറക്ടറിയിലായിരിക്കും ഒരു ലോഗിൻ പേജ് കാണുമായിരിക്കും. അപ്പൊ ആ ലോഗിൻ പേജ് അതൊരു ഹിഡൻ ഡയറക്ടറി, അത് പബ്ലിക്ലി ആക്സസിബിൾ അല്ല. നിങ്ങൾക്ക് ഗൂഗിള് ചിലപ്പോൾ, പക്ഷെ സാധാ മിക്ക എല്ലാ വെബ്സൈറ്റിലും കാണും ഒരു ലോഗിൻ പേജും കാര്യങ്ങളൊക്കെ കാണും, ഗൂഗിളിലും കാണും ഒരു ലോഗിൻ പേജ് കാര്യങ്ങൾ. അപ്പൊ ആ സെർവറിനെ, അതായത് ഗൂഗിൾ എൻറ്റയർ ഗൂഗിളിന്റെ സെർവർ ഈ കോഡ് എല്ലാം റൺ ചെയ്യുന്നത് അതിനകത്താണ്. അപ്പൊ ഡെവലപ്പറിന് എന്തെങ്കിലും വേരിയേഷൻ വല്ലതും ചെയ്യണമെങ്കിൽ ആ സെർവറിലോട്ട് ലോഗിൻ പേജ് ചെയ്താലേ ചെയ്യാൻ പറ്റും. ഇപ്പൊ മുഹമ്മദിനായാലും ഡെവലപ്പർ ആണെങ്കിലും എപ്പോഴും കമ്പനിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നായാലും മുഹമ്മദ് ചെയ്യാൻ പറ്റത്തില്ലേ? അതായത് ഇപ്പൊ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ചെയ്യണമെങ്കിൽ മുഹമ്മദിന് വീട്ടിൽ ഇരുന്നാലും ചെയ്യാൻ പറ്റും. കറക്റ്റാണോ? വീട്ടിൽ ഇരുന്ന് സ്വന്തം സിസ്റ്റത്തിൽ വേണമെങ്കിലും ഇപ്പൊ എന്തെങ്കിലും എമർജൻസി കാരണം വീട്ടിൽ പോകാന്ന് വിചാരിക്കുക, അതന്നെ. അപ്പൊ മുഹമ്മദെ ഒന്ന് അത് എങ്ങനെയാണ്, മീൻസ് ക്രെഡൻഷ്യൽ കാര്യം VPN വഴി കണക്ട് ചെയ്തിട്ടാണ് ചെയ്യണേ, അതോ ക്രെഡൻഷ്യൽ അവർ തരുമോ? എന്ത് VPN ആണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ജസ്റ്റ് ഏത് രീതിയാന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയാണ്, VPN വഴിയാണോ അതോ ക്രെഡൻഷ്യൽ അവർ തരുമോ, അങ്ങനെയാണോ? ഓക്കെ, വോയിസ് കട്ടാകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. മുഹമ്മദ് ചോദിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നാലും എങ്ങനെയാണ് ആ പേജിലോട്ട് ആക്സസ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഒരു വേരിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പൊ വീട്ടിലിരുന്ന് എങ്ങനെയാണ് അവരുടെ ആ സെർവറിലോട്ട് ആക്സസ് ചെയ്യുന്നത്? VPN വഴി. എനിക്കത് കമ്പനിയുടെ ലാപ്ടോപ്പ് കാണുമായിരിക്കും അല്ലെ, കമ്പനി ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യണേ, കറക്റ്റ് ആണോ? ഓക്കെ, ഡിലേ ആണെന്നായിരിക്കും തോന്നുന്നത്, നെറ്റ്വർക്ക് ഇഷ്യൂ കാണുമായിരിക്കും. അപ്പം മൂന്നോ നാലോ രീതിയിലാണ് ഈ എംപ്ലോയീസ് ഇവർക്ക് കണക്ഷൻ കിട്ടുന്നത്. അതായത് ഒന്ന് കമ്പനിയുടെ ഒരു VPN കാണും. അപ്പൊ വൺസ് ആ കമ്പനിയുടെ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഡയറക്റ്റ്ലി ആ വെബ് പേജിലോട്ട് അവന് വേണമെങ്കിൽ വേരിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഹാക്കർ ഒന്നെങ്കിൽ ആ VPN ആണ്, അപ്പൊ VPN വഴി കയറുവാണെങ്കിൽ ഹാക്കർ യൂസ് ചെയ്യുന്ന VPN, ആ ഒരു VPN യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കയറാൻ നോക്കുന്നത്, അതാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഹാക്കർ. അല്ലെങ്കിൽ വല്ല ലോഗിൻ പേജ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സെർവറിനൊരു ലോഗിൻ പേജ് ഉണ്ടെങ്കിൽ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് എങ്ങനെയാണ്, ആ ക്രെഡൻഷ്യൽ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ വൺസ് VPN അല്ല വേറെ എന്തെങ്കിലും രീതിയിലാണ് ക്രെഡൻഷ്യൽ വഴിയാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് അത് എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ബൈപ്പാസ് ചെയ്യും, അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. VPN അല്ല നമ്മൾ ചെയ്യണേ, ആ യൂസർ നെയിം പാസ്വേഡ് എങ്ങനെയാണ് നമുക്ക് ബൈപ്പാസ് ചെയ്ത് കയറാൻ പറ്റില്ല. ഈവൻ ദോ നമുക്ക് ആ യൂസർ നെയിം പാസ്വേഡ് അറിയത്തില്ല, അപ്പൊ യൂസർ നെയിം പാസ്വേഡ് അറിയാതെ എങ്ങനെ ബൈപ്പാസ് ചെയ്ത് കയറാൻ പറ്റും, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ബാക്ക് എൻഡിൽ റൺ ചെയ്യുന്ന പറഞ്ഞാൽ SQL ഡാറ്റാബേസ് ആണ്. അപ്പൊ ഡെവലപ്പർ ആയ ആരെങ്കിലും ഉണ്ടെങ്കിലും, അപ്പൊ ആ ഡാറ്റാബേസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഒരു ലാബ് യൂസ് ചെയ്യുന്ന ആ വെബ്സൈറ്റ് റൺ ചെയ്യുന്നത് SQL ഡാറ്റാബേസിൽ ക്യൂറി വെച്ചാണ് റൺ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് ചെയ്യാൻ തരാം. അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കണ്ടേ, ഇപ്പൊ ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കുന്ന ആ ഒരു ലോഗിൻ പേജാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ എല്ലാ വെബ്സൈറ്റിലും ഒരു ലോഗിൻ പേജ് എന്തായാലും കാണും. ആ ലോഗിൻ പേജ് കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ നമുക്ക് ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒരു വെബ്സൈറ്റ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ അപ്പാച്ചെ 2 ആണ് സെർവർ, അതിന്റെ ഒരു നോർമൽ ഒരു ഇന്റർഫേസ് ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഗൂഗിൾ ആയാലും നിങ്ങൾക്ക് അറിയുന്ന ടെസ്ല ആയാലും അങ്ങനത്തെ എന്തെങ്കിലും അറിയുന്ന വെബ്സൈറ്റ് വെച്ച് ഇതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് ഈ ഒരു നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഈ ടെക്നിക്ക് നിങ്ങൾ ആ റിയൽ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ അനുവാദം കൂടി വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബഗ് ക്രൗഡ് അല്ലെങ്കിൽ ഹാക്കർ വൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്, അപ്പൊ അതിനകത്ത് ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് യൂസ് ചെയ്യുന്ന ടൂൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ അതായത് അനുവാദം തന്നേക്കുന്ന വെബ്സൈറ്റ് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ടൂൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ റിയൽ വേൾഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ബഗ് ക്രൗഡും ഹാക്കർ വണ്ണും. അപ്പൊ അതിനകത്ത് ഉള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ അവര് പെർമിഷൻ തന്നേക്കുവാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ വൾണറബിലിറ്റി അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ തന്നേക്കാം. ബഗ് ക്രൗഡ് പ്രോഗ്രാം ലിസ്റ്റിൽ പോവാ, ഇവിടെ എൻഗേജ്മെന്റിലോട്ട് പോവാ, എന്നിട്ട് ഇതിനകത്ത് കമ്പനീസുകളുടെ ലിസ്റ്റ് കിട്ടും. കണ്ടോ? അപ്പൊ തൽക്കാലം ഇപ്പം ചെറിയ പേയ്മെന്റ് ഉള്ള കമ്പനീസിൽ നോക്കിയാൽ മതി കേട്ടോ. വലിയ പേയ്മെന്റ് ആയിട്ടുള്ള നോക്കണ്ട, സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെറിയ എന്തെങ്കിലും പേയ്മെന്റ് ഉള്ള കമ്പനീസ് എല്ലാം നോക്കിയാൽ മതി. എന്നിട്ട് ഇതേ പ്രോസസ് തന്നെ ഇനീഷ്യൽ ആയിട്ടാ, ഇനീഷ്യലി നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ടെസ്റ്റ് വല്ലതും ചെയ്യണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ബഗ് ഒന്നും കിട്ടത്തില്ല. കാരണം നിങ്ങൾ കുറെ പഠിക്കാനുണ്ട്, ബഗ് ബൗണ്ടിയും കാര്യങ്ങളൊക്കെ. വെബ്സൈറ്റ് ഇന്റഗ്രേഷൻ കുറെ അറ്റാക്സ് ഉണ്ട്, അതിൽ ഒരു ലക്ഷക്കണക്കിന് അറ്റാക്സ് ഉണ്ട്. അതിൽ ഒരു അറ്റാക്കാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആക്സസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടോ. നിങ്ങളെ സിസ്റ്റത്തിലാണെങ്കിലും ഫോണിലാണെങ്കിലും ആക്സസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ബേസിക് ഇതേപോലെ ഒരു പേജ് ആയിരിക്കും റൺ ചെയ്യണേ നിങ്ങൾക്ക്. അപ്പൊ ഈ പേജ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ ലോഗിൻ പേജ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതേ പേജ് പോലെ വെബ്സൈറ്റിൽ ഗൂഗിൾ ആണെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് ആ URL നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ആ URL കോപ്പി ചെയ്ത് പിന്നെ ബാക്കി നിങ്ങൾ കാളി ലിനക്സ് എന്ന് പറഞ്ഞൊരു ടൂളിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും വെബ്സൈറ്റ് ഇന്റഗ്രേഷൻ. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കോഡ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കോഡ് മീൻസ് ആ കോഡ് എവിടെയാണ് ഈ ഡെവലപ്പർ ടൈപ്പ് ചെയ്യണേ, എങ്ങനെയാണ് ഇത് വേരിയേഷൻ ചെയ്യണേ, അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഡെവലപ്പറിന്റെ ഒരു ആക്സസ് ആണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ വെബ്സൈറ്റിൽ എവിടെയോ ഒരു ഡയറക്ടറിയിൽ ഒരു ലോഗിൻ പേജ് കാണും, അത് ഡെവലപ്പറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ലോഗിൻ പേജ്, അത് പബ്ലിക്ലി വിസിബിൾ അല്ല. അത് എപ്പോഴും ആ ഡയറക്ടറി ഹിഡൻ ആയിരിക്കും. പക്ഷെ ആ ഹിഡൻ ആയിട്ടുള്ള നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് ആ ലോഗിൻ പേജിലോട്ട് എങ്ങനെ പോകാൻ പറ്റും അതാണ്. അതായത് ഈ വെബ്സൈറ്റിന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലോഗിൻ പേജിലോട്ട് പോകാൻ പറ്റുന്നത്, അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വൺസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്യൂമറേഷൻ ആണ്. അപ്പൊ വെബ്സൈറ്റ് എന്യൂമറേഷനിൽ നിങ്ങൾ കണ്ട ഇതിനകത്ത് ഒന്നുമില്ല, ലോഗിൻ പേജ് ഒന്നും കാണുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ഒരു വെബ്സൈറ്റാ. പക്ഷെ ഇതിനകത്ത് ഒരു ഡയറക്ടറിയിൽ കാണും ഒരു ലോഗിൻ. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഫോൾഡറാണ്, നിങ്ങളുടെ സിസ്റ്റത്തിലെ ഓരോ ഫോൾഡറിനാണ് ഓരോ ഡയറക്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഫോൾഡറിനെ സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ ഒരു ഡയറക്ടറി ചേഞ്ച് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ ഡയറക്ടറി എന്യൂമറേഷൻ ആണ് ആദ്യം നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് വല്ല ഹിഡൻ ആയിട്ടോ വല്ല ഡയറക്ടറി ഉണ്ടെങ്കിൽ, നമ്മൾ അറിയാത്ത പബ്ലിക്കലി അവൈലബിൾ അല്ലാത്ത വല്ല ഡയറക്ടറി ഉണ്ടായത്. കാരണം പബ്ലിക്കലി ആകെ അറിയണ ഈ ഒരു വെബ്സൈറ്റേ ഉള്ളൂ, ഗൂഗിളും ഫേസ്ബുക്കും മാത്രമേ ഉള്ളൂ, ഈ ഒരു വെബ്സൈറ്റേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. ഇതിനകത്ത് ഹിഡൻ ആയിട്ട് വല്ല ഡയറക്ടറി ഉണ്ടെങ്കിൽ, അതായത് ഇന്റേണൽ ടീമിന് വേണ്ടി മാത്രമായിട്ട് അവരുടെ ഡെവലപ്പറിനോ അല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിലായാലും പല ഡിപ്പാർട്ട്മെന്റ് കാണും, അക്കൗണ്ട്സ് കാണും, ഡെവലപ്പർ കാണും, അങ്ങനെ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള കാണും. അപ്പൊ അതിനകത്തുള്ള പബ്ലിക്കലി അവൈലബിൾ, പബ്ലിക്കലി നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഗൂഗിൾ കിട്ടും, ഡ്രൈവ് കിട്ടും, നമ്മുടെ ഡ്രൈവ് അതൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കലി, ജിമെയിൽ അതൊക്കെ നമ്മുടെ പബ്ലിക്. പക്ഷെ ഇന്റേണൽ ടീംസിന് ഡിഫറെന്റ് ഡയറക്ടറിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഡയറക്ടറി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗോബസ്റ്റർ, ഡെർബസ്റ്റർ. 2-3 ടൂൾ ഉണ്ട്, ഗോബസ്റ്റർ ഉണ്ട്, ഡെർബസ്റ്റർ. ഗോബസ്റ്റർ ആണ് ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഗോബസ്റ്ററുടെ ടൂളിന്റെ പേര് എന്ന് പറഞ്ഞാൽ. ഇതാണ് ആ ടൂള് ഗോബസ്റ്റർ എന്ന് പറഞ്ഞത്. ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത് ഡയറക്ടറി എന്യൂമറേഷന് വേണ്ടിയിട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു വല്ല ഹിഡൻ ഡയറക്ടറി വല്ലതും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആക്കി തരും. അപ്പം പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഡയറക്ടറി നമുക്ക്
അത് കണ്ടുപിടിച്ച് തരും ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാളിയിൽ ഓൾറെഡി ഇൻബിൽഡ് ആണ് ഈ ടൂൾ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് കാളിയിൽ പോവാം, എന്നിട്ട് ആ വെബ്സൈറ്റ് നോട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇത് അറ്റാക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എപ്പോഴും നിങ്ങൾ പെൻ ടെസ്റ്റിംഗിലാണ് എപ്പോഴും റൂട്ടിൽ വേണം ചെയ്യാൻ കേട്ടോ. റൂട്ടിൽ പോകാനായിട്ട് കാളി സ്യൂഡോ സ്പേസ് -i എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഏത് വെബ്സൈറ്റ് ആണ് എന്യൂമറേറ്റ് ചെയ്യുന്നത് ആ വെബ്സൈറ്റ് അതേപോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ആ URL കേട്ടോ, ആ URL അതേപോലെ കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കാളിയിൽ പോയി ഗോ ബസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ആ ഒരു URL അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതാണ് ആ ഒരു വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗോബസ്റ്റർ -u സ്പേസ്, ഇതാണ് നമ്മുടെ ആ ഒരു URL, കോപ്പി പേസ്റ്റ് ചെയ്ത URL. അവിടുന്ന് ഇതിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ഏത് വെബ്സൈറ്റ്, ഗൂഗിൾ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഗൂഗിൾ പേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നിങ്ങളുടെ, ഇവിടെയാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. അപ്പൊ -u എന്ന് പറഞ്ഞ URL ആണ് നിങ്ങൾ വെബ്സൈറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. -w എന്ന് പറഞ്ഞ വേർഡ് ലിസ്റ്റാ. വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ഡയറക്ടറീസിന്റെ കുറെ വാക്കുകൾ കാണും. ഇപ്പം അഡ്മിൻ, റൂട്ട്, ലോക്കൽ, അങ്ങനത്തെ കുറെ പേരുള്ള, അതാണ് ഇതിനൊപ്പം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം /admin നോക്കും, അത് മാച്ച് ആവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ /local നോക്കും, അത് മാച്ച് ആവുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ അതെല്ലാം കാളിയിൽ ഒരു പ്രത്യേക ഒരു ഫോൾഡറിലാണ് കിടക്കുന്നത്. ആ ഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂഡോ സ്പേസ് -i, കാളി പോയിട്ട് വേണം ആ ഫോൾഡറിനെ ആക്സസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, cd/user share വേർഡ് ലിസ്റ്റ് ടെർബസ്റ്റർ. കണ്ട, ഇതിനകത്താണ് കുറെ ഇതേപോലത്തെ ഫയലുകൾ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ ഒരു ഫയൽ എടുക്കാന്ന് വിചാരിക്കുക. ഈ ഒരു ടെക്സ്റ്റ് ഫയലാട്ടോ ഇത്. അപ്പൊ ടെക്സ്റ്റ് ഫയൽ ഞാനിപ്പോ റീഡ് ചെയ്യാൻ പോവാം കേട്ടാ. ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഉണ്ടാവും, ആൽഫബറ്റ്. ഇതാണ് ഇൻഡിവിജ്വലി ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങള് അപ്പൊ നമ്മുടെ ആ വെബ്സൈറ്റിൽ കണ്ട ഇത് കുറെ ഉണ്ട്, ഇത് കുറെ. അപ്പൊ ഒന്നൊന്നായിട്ട് ഇതിനകത്ത് എക്സിബിറ്റ്, മീഡിയ കവറേജ്, സിങ്ക്, വെബിനാർ, അങ്ങനത്തെ കുറെ വാക്കുകളായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് മാച്ച് ചെയ്യും. അപ്പൊ ഏതാണ് മാച്ച് ചെയ്യുന്നത് നമുക്കത് ആ ഡയറക്ടറി നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത്. പക്ഷെ അത് കുറെ ടൈം കൺസ്യൂമിംഗ് ആണ്. അവിടെയാണ് ഈ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്, ഇങ്ങനത്തെ ടൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഈ ഒരു വേർഡ് ലിസ്റ്റ് അതിനകത്തോട്ട് ടൈപ്പ് ചെയ്ത്, ആ വേർഡ് ലിസ്റ്റ് പാത്താട്ടാ ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഗോബസ്റ്റർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് ഇതിനകത്തുള്ള കുറെ വേർഡ്സ്, ഡിക്ഷണറീസ് പോലത്തെ കുറെ വേർഡ്സ് ഉണ്ട്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നൊന്നായിട്ട് റൂട്ട്, ലോക്കൽ, ലോഗിൻ, അഡ്മിൻ എന്ന് പറഞ്ഞ് ഈ സ്ലാഷിന്റെ ഇപ്പുറത്ത് ഇത് ട്രൈ ചെയ്യും. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഈ വെബ്സൈറ്റില് ഇവിടെ ഈ URL /admin എന്ന് പറഞ്ഞ് നോക്കും, അതുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ലോക്കൽ എന്ന് പറഞ്ഞ് നോക്കും. അപ്പൊ ഏതാണ് ആ ഡിക്ഷണറി, അത് എത്രയുണ്ട്, 10,000 കണക്കിന് പാസ്വേഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10,000 കണക്കിന് ഡിക്ഷണറി ഉണ്ട്, അതെല്ലാം ഈ ഒരു സ്ലാഷിന്റെ ഇപ്പുറത്ത് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഹിഡൻ ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് പുറത്തു വരും. ഞാനിപ്പോ എന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ, HTTPS : ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? എനിവൺ ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഒരു സെക്കൻഡ്, ടൈം ഔട്ട് ആയി കാണും.
ഓക്കെ. ഇപ്പൊ നോക്കിയടാ, കിട്ടുന്നുണ്ടോ നോക്കിയേ. അവിടെ ഇതേപോലെ യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇതേപോലെ പേജ് കിട്ടുക, കണ്ട ഇതേപോലെ പേജ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഞാൻ ചെയ്ത എന്റെ ലോക്കലി റൺ ചെയ്യണ സംഭവത്തിന് ഓൺലൈനാക്കി, ഞാൻ ഓൺലൈനിലാക്കി യൂസ് ചെയ്യാൻ പോണ ടൂളാണ് ക്ലൗഡ് ഫ്ലെയർ അല്ലെങ്കിൽ NG Rock എന്ന് പറഞ്ഞൊരു ടൂൾ വെച്ച് നിങ്ങൾക്ക് അത് പേടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങൾ കോഴ്സിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഗ്രാജുവലി നിങ്ങൾ പഠിച്ചോളൂ. ഓൺലൈനിലായാലും നിങ്ങൾക്ക് ക്ലൗഡ് ഫ്ലെയർ അല്ലെങ്കിൽ NG Rock നിങ്ങൾ സെർച്ച് ചെയ്താൽ ആദ്യം. അപ്പൊ നിങ്ങൾ ലോക്കലി റൺ ചെയ്യുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ആക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യണവരാണെങ്കിൽ ക്ലൗഡ് ഫ്ലെയർ അല്ലെങ്കിൽ NG Rock എന്ന് പറഞ്ഞു. ഞാൻ ക്ലൗഡ് ഫ്ലെയർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് URL URL അതേപോലെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അതാണ് നേരത്തെ സംഭവിച്ചത്. ആ URL പേസ്റ്റ് ചെയ്ത് എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കേട്ടാ ഇതേപോലെ പ്രോഗ്രസ് എന്ന് പറഞ്ഞിങ്ങനെ കാണും. അതായത് ഓരോ ആ ഡിക്ഷണറിനകത്ത് ഓരോ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് കുറെ ഉണ്ട്, 10,000 ഫയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ആക്കി വേറൊരു ഫയലിലോട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത് കുറെ ടൈം കൺസ്യൂം ചെയ്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡിൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും. കാരണം ഗൂഗിൾ പോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡയറക്ടറീസ് കാണും. അപ്പൊ അതൊക്കെ ഇത് ചെയ്ത് കിട്ടണമെങ്കിൽ ചിലപ്പം 1-2 ദിവസമെങ്കിലും കിട്ടും. നോർമൽ എന്റെ പോലത്തെ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ i5 പ്രോസസർ ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ചിരുന്നു, ബാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ 100% ഇതന്നെ ഇപ്പൊ 1% പോലും ആയിട്ടില്ല. അപ്പൊ മനസ്സിലാക്കണം എങ്ങനെയായിരിക്കും. നിങ്ങൾ നല്ല പേഷ്യന്റ് വേണം ഇത് കിട്ടണമെങ്കിൽ. അപ്പൊ ഞാനിപ്പോ ബ്രേക്ക് ചെയ്യാം. അപ്പൊ കണ്ടോ എനിക്ക് ഒരെണ്ണം ഒരു ഹിഡൻ ആയിട്ട് കിട്ടി. കണ്ടാ ഒരു ഹിഡൻ ഡയറക്ടറി കിട്ടി /JavaScript എന്ന് പറഞ്ഞാ. അപ്പൊ ഇത് 100 വരെ വെയിറ്റ് ചെയ്യാനുള്ള നമുക്ക് ടൈം ഇല്ല. അപ്പൊ നമ്മള് ഷോർട്ട് ആയിട്ട് ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു ഡിക്ഷണറി പോലെ, അതായത് 10-15 ലിസ്റ്റുള്ള മാത്രം ഞാനൊരു ഫയലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രം നമുക്ക് എനിമറേറ്റ് ചെയ്യാം. അപ്പൊ അത് ഇരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ടറിയാണ്, ടെക്സ്റ്റ് ഫയലാണ്. ആ ടെക്സ്റ്റ് ഫയൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആകെ ഇത്രയേ ഉള്ളൂ പാസ്വേഡ്, മീൻസ് ഇത്രയേ ഉള്ളൂ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേട്ടാ 10 ലിസ്റ്റേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് നമ്മുടെ ആ ഹിഡൻ ആയിട്ടുള്ള ഒരു ഡയറക്ടറി ഇടുന്നത്. അപ്പം റിയൽ കേസിൽ 10,000 കാണും. അപ്പൊ അത് ഓരോരോ ട്രൈ ചെയ്തിട്ട് സമയം കുറെ പോകും. നമ്മുടെ ഇന്ന് ക്ലാസ് കുറെ നീണ്ടു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോ അത് ചെയ്യാത്ത. ഞാൻ സിമ്പിൾ ആയിട്ട് ചെറിയൊരു 10 ലിസ്റ്റുള്ള ഡയറക്ടറി മാത്രമേ ഞാൻ ഇപ്പൊ എടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ബെസ്റ്റ് 10 എന്ന് പറഞ്ഞ ഈ ഒരു ഫയലിന്റെ പാത്താണ് ഞാനിപ്പോ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ബെസ്റ്റ് 10 എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു കൊടുക്കുവാണ്. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടാ കിട്ടി. അപ്പൊ ഇതേപോലെ ഒരു ലോഗിൻ പേജ് ഉണ്ടെന്നാണ് അതിനകത്ത് പറഞ്ഞത്. കണ്ടാ സ്റ്റാറ്റസ് 200 ഇങ്ങനെ തന്നെ വരും. അപ്പൊ ഞാൻ ആ 10 ഡിജിറ്റ് ഡയറക്ടറി ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കിട്ടിയ കേട്ടാ, അല്ലെങ്കിൽ കിട്ടത്തില്ല. 100% പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ആ ഒരു 10 ഡിജിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അത് ചെയ്ത് കിട്ടെ. ഇതിനകത്ത് ലോഗിൻ എന്ന് പറഞ്ഞൊരു PHP എന്ന് പറഞ്ഞൊരു ഹിഡൻ ആയിട്ടൊരു ഡയറക്ടറി അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇത് അതേപോലെ കോപ്പി ചെയ്യുവാണ്, login.php. എന്നിട്ട് എന്റെ വെബ്സൈറ്റിൽ പോയി ഇതിന്റെ ഒപ്പം ഒരു സ്ലാഷ് കൂടി ആഡ് ചെയ്ത് login.php കേട്ടാ ഇതേപോലെ ഒരു ലോഗിൻ പേജ് കിട്ടും. അപ്പൊ നിങ്ങളിപ്പം നോക്കണവര് ആയാലും ഈ ഒരു ലോഗിൻ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ URL /login.php എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ലോഗിൻ PHP കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ ടൂൾ യൂസ് ചെയ്തത്. കാരണം ഇത് പബ്ലിക്കലി അവൈലബിൾ അല്ല. നമ്മൾ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു.
ബാക്കി ലോഗിൻ എന്ന് പറഞ്ഞ ഒരു PHP എന്ന് പറഞ്ഞൊരു സംഭവം അത് നമ്മൾ ഈ ഡയറക്ടറി എന്യൂമറേഷൻ ചെയ്താണ് കണ്ടുപിടിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗേറ്റ് വേ. അതായത് ആ ഒരു ഡെവലപ്പറിനായാലും ഈ ഒരു ലോഗിൻ പേജ് അവർക്ക് അറിയായിരിക്കും, കാരണം അവർ ഇത് യൂസ് ചെയ്തിട്ടാണ് ആ വെബ്സൈറ്റ് മൊത്തം ഓൾട്ടർ ചെയ്യുന്നത്. ഇപ്പൊ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വെബ്സൈറ്റിൽ വല്ല അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ ഈ ഒരു ലോഗിൻ പേജ് യൂസ് ചെയ്തിട്ടാണ് കയറിയിട്ടാണ് ആ കോഡ് എല്ലാം മാറ്റി വെബ്സൈറ്റ് മൊത്തം എന്യൂമറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹാക്കർ ആയാലും ഈ ഒരു ആക്സസ് പോയിന്റ് ആണ് നോക്കുന്നത്. അപ്പൊ വൺസ് ഈ ആക്സസ് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് അവരുടെ കൺട്രോളിലായിരിക്കും. കണ്ടായിരുന്നു ലോഗിൻ പേജ് ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ലിങ്ക് അയച്ചവരെല്ലാരും ഈ ഒരു പേജാണ് കാണുന്നത് എല്ലാരും. എനിവൺ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ഇച്ചിരി ഡിലേ എടുക്കും, കാരണം ക്ലൗഡ് ഫ്ലെയർ നിങ്ങൾ ഓപ്പൺലി ആക്സസബിൾ. ഓക്കെ, കിട്ടി, ഒരാൾക്ക് കിട്ടി. ഓക്കെ, ഇതിനെ ബൈപ്പാസ് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ആ ലോഗിൻ പേജിനെ, ഈ ഒരു ലോഗിൻ പേജിനെ ബൈപ്പാസ് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ആദ്യം അറിയണമെന്ന് പറഞ്ഞാൽ ഈ ലോഗിൻ പേജ് ഡിസൈൻ ചെയ്തേക്കുന്ന ഏത് വെബ് സെർവറിനെയാണ്, മീൻസ് ഏത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. SQL ഡേറ്റാബേസ് ആണോ അതോ വേർഡ്പ്രസ് ആണോ? അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് അതിന്റെ ഡെവലപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏത് ടെക്നോളജിയാണ് അറിയാനായിട്ട് വാപ്പലൈസർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. വാപ്പലൈസർ എന്ന് പറഞ്ഞ് ഈ ഒരു ടൂൾ ഉണ്ട്. വാപ്പലൈസർ ടൂൾ നിങ്ങൾ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഏത് ടെക്നോളജിയാണ് റൺ ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാവും. എന്തിന്റെ ബേസ് ചെയ്താണ്, എന്ത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ്, വേർഡ്പ്രസ് ആണോ അതോ SQL ഡേറ്റാബേസ് ആണോ, MySQL ആണോ, എന്ത് ഡേറ്റാബേസ് സെർവർ യൂസ് ചെയ്തിട്ടാണ് റൺ ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാവും. ആഡ് ടു ക്രോം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തേക്കണേ, ആ ടെക്നോളജി ഏതൊക്കെയാണ് നമുക്ക് ഇതിൽ തന്നെ വാപ്പലൈസറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് എക്സ്റ്റൻഷൻ പോലെ ഇവിടെ വരും. അപ്പൊ ആദ്യം എന്ത് ടെക്നോളജിയിലാണ് ആ ലോഗിൻ പേജ് ബിൽഡ് ചെയ്തേക്കണത് നമുക്ക് ആദ്യം അറിയണം. അപ്പൊ ഞാനിവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ SQL എഴുതിയിട്ടുണ്ട്. അപ്പൊ SQL ഡാറ്റാബേസ് വഴിയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ പഠിക്കണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പ്രോഗ്രാമിംഗ് ഞാൻ എന്ന് പറഞ്ഞ ഇപ്പം ഒരു സൈബർ സെക്യൂരിറ്റിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനത്തെ കുറെ ലാബ്സ് നിങ്ങൾ എന്താ എന്യൂമറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ടെക്നോളജി കിട്ടും, എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത് ആസ് എ സൈബർ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഒരു സൈബർ സെക്യൂരിറ്റി പഠിക്കണേ നിങ്ങൾക്ക് കോഡോ അങ്ങനത്തെ ഒന്നല്ല കോഡിങ് പഠിക്കണം, അത് പഠിക്കണത് കാര്യം ജസ്റ്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രം മതി. കോഡിങ് പഠിക്കേണ്ട ആവശ്യമില്ല. കോഡ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് മനസ്സിലാക്കണം. ഓക്കെ, വാപ്പലൈസർ ഹാസ് ബീൻ ആഡഡ് ടു ദ ക്രോം. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം ഇവിടെ വരും. കണ്ട, വാപ്പലൈസർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചിഹ്നം വരും. മെക്കഫി കയറി വരുന്നുണ്ടല്ലോ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്താണല്ലോ. ഇത് ഭയങ്കര ഒരു പ്രശ്നമായി വരും കേട്ടോ. മിക്ക എല്ലായിടത്തും ഇപ്പം ഇതൊരു നമ്മൾ അനുവാദം കൊടുക്കാതെ തന്നെ, അനുവാദം ഇല്ലാതെ തന്നെ ഇപ്പൊ കയറി വരുന്നുണ്ട് മെക്കഫി എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം ഞാനിപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വാപ്പലൈസർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലോഗിൻ പേജിലോട്ട് ഇവിടെ നിൽക്കുക. ആ ഏത് വെബ്സൈറ്റാണ് നിങ്ങൾ ടെക്നോളജി അറിയേണ്ട ആ വെബ്സൈറ്റിലോട്ട് പോകാൻ, എന്നിട്ട് ഇവിടെ എക്സ്റ്റൻഷനിൽ പോവാ, എന്നിട്ട് ഇവിടെ വാപ്പലൈസർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ടെക്നോളജി ഏതാണെന്ന് മനസ്സിലാവും. ഇതിനകത്ത് പേ ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ഇത് ഞാനിപ്പോ ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും അത് കാണിക്കാത്ത. ഇപ്പൊ നോർമലായിട്ട് ഞാനിപ്പോ ഒരു ഗൂഗിൾ എടുക്കാന്ന് വിചാരിക്കാം. എന്നിട്ട് ഇവിടെ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്ത് വാപ്പലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഗൂഗിളിലെ കിട്ടിയതുണ്ട. മോർ ഇൻഫോ ക്ലിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ ഫേസ്ബുക്ക് എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ റിയൽ കേസിൽ ഈ വാപ്പലൈസർ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടാ. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക,
എന്നിട്ട് വാപ്ലൈസർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് HTTP3 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇപ്പൊ ഞാനിപ്പോ ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും, ലോക്കലി ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും അത് കാണിക്കാത്ത. നോക്കാം, നോ ടെക്നോളജി ലോക്കലി ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്ത. ഓക്കെ, അപ്പം റിയൽ വെബ്സൈറ്റിൽ ഈ വാപ്ലൈസർ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പൊ ഈ വാപ്ലൈസർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡാറ്റാബേസിലാ അതെ വന്നു. ക്ലൗഡ് ഫ്ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി പെയ്ഡ് വെർഷന്റെ ആവശ്യമില്ല, കാരണം ഇത് ക്ലൗഡ് ഫ്ലെയറിലാണ് ഞാനിപ്പോ റൺ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലൗഡ് ഫ്ലെയറിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പറയും എന്റെ ഈ വെബ്സൈറ്റ് SQL ആണ് റൺ ചെയ്യുന്നത്. ഇതിന്റെ താഴെ തന്നെ ഇങ്ങനെ എഴുതി വരും. അതിപ്പോ ലോക്കലി ആയതുകൊണ്ടാണ് ഇത് നല്ല ടൈം എടുക്കുന്നത്. അപ്പൊ വൺസ് നിങ്ങൾ ഏത് ടെക്നോളജിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള അറ്റാക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ SQL ആണ് പറയണമെങ്കിൽ, അപ്പൊ SQL ഇഞ്ചക്ഷൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ലോഗിൻ പേജ് കാണും. അപ്പൊ വൺസ് നിങ്ങൾ ഇതിനകത്ത് ക്രെഡൻഷ്യൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ അഡ്മിൻ എന്ന് പറഞ്ഞ് യൂസർ നെയിം പാസ്വേഡ് അഡ്മിൻ എന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ, വൺസ് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ വെബ്സൈറ്റ് ഇതേ ഇൻഫർമേഷൻ നേരെ ഡയറക്റ്റ്ലി കൊണ്ടുപോയി ആ ഒരു ഡാറ്റാബേസിൽ കൊണ്ടുപോകും. SQL ഡാറ്റാബേസിലോട്ട് പോകും. അപ്പൊ SQL ഡാറ്റാബേസ് നോക്കും ഈ അഡ്മിൻ യൂസർ നെയിം ആണെങ്കിൽ കറക്റ്റ് ആയിട്ടാണെങ്കിൽ ആ കാറ്റഗറിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഡംപ് ചെയ്ത് തരും. അതാണെങ്കിൽ ഇത് രണ്ടും ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യണേ, SQL ഡാറ്റാബേസ് വർക്ക് ചെയ്യണേ. ഹാക്കറും മാനിപ്പുലേറ്റ് ചെയ്യണേ ഈ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഇങ്ങനത്തെ കുറെ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും ഹാക്കർ. അപ്പൊ അത് നേരെ ഡാറ്റാബേസിൽ പോകും. ഡാറ്റാബേസ് പ്രോപ്പർലി കോഡഡ് അല്ലെങ്കിൽ ഡാറ്റാബേസ് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ഒരു എറർ വരും. അപ്പൊ ഡാറ്റാബേസ് പ്രോപ്പർലി കോഡഡ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ഇവിടെ ടൈപ്പ് ചെയ്താലും അതൊന്നും ചെയ്യത്തില്ല. മീൻസ് അതായത് ഡാറ്റാബേസിൽ അത് മനസ്സിലായി ഇതൊരു ഇൻവാലിഡ് ക്വറി ആണ്. പ്രോപ്പർലി കോഡഡ് ആണെങ്കിൽ നമ്മൾ ഇത് ലോഗിൻ ചെയ്യുമ്പോൾ ഇതേപോലെ പേജ് ആയിരിക്കും റീഫ്രഷ് ആയിട്ട് വരുന്നത്. അതായത് ഒന്നും വ്യത്യാസമൊന്നും കാണത്തില്ല. പ്രോപ്പർ ആയിട്ട് കോഡഡ് അല്ലെങ്കിൽ, അതായത് സപ്പോസ് ഞാനിപ്പം അഡ്മിൻ ടൈപ്പ് ചെയ്തുമ്പോൾ ഞാനൊരു ഇൻവെർട്ടഡ് കോമ ഇവിടെ കൊടുത്തു. അപ്പൊ ഇൻവെർട്ടഡ് കോമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ കൺഫ്യൂസ് ആക്കണ കാര്യങ്ങളാണ്. ഇൻവെർട്ടഡ് കോമ പ്ലസും മൈനസ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ചീറ്റ് ഷീറ്റ് ഇവിടെ ഒരു SQL ഡാറ്റാബേസ് എന്ന് പറഞ്ഞ പേലോഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. കണ്ടാ, ഇതാണ് ഓരോ പേര്. ഇത്രയും അറ്റാക്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊന്നൊന്നായിട്ട് ചെയ്യാനും നമുക്ക് പറ്റില്ല. ഇവിടെയാണ് ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓട്ടോമേഷൻ അത് നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുകയും ചെയ്ത് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓരോ അറ്റാക്കും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിനകത്ത് വർക്കിനെ കാട്ടി ഭേദം ഇത് മൊത്തം കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ ഇതുപോലെ ഓട്ടോമേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനും ഇതിനകത്ത് ചെയ്യുന്ന സെയിം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ഈ വെബ്സൈറ്റ്, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോണ ഈ വെബ്സൈറ്റ് SQL ഇഞ്ചക്ഷൻ വൾണറബിൾ ആണോ അല്ലേ എന്ന് അറിയണം. ഈ ഒരു വെബ്സൈറ്റ് SQL ഇഞ്ചക്ഷൻ വൾണറബിൾ ആണോ അറിയണം. നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോണേ പ്രോപ്പർലി കോഡഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് അറ്റാക്ക് ചെയ്താലും ഇതേപോലെ റീഫ്രഷ് വരും. റീഫ്രഷ് ചെയ്ത് ഇതേപോലെ പേജ് തന്നെ കാണിക്കും. SQL ലാബ് എന്ന് പറഞ്ഞ് ഇതേ പേജ് തന്നെ കാണിക്കും. പക്ഷേ പ്രോപ്പർലി കോഡഡ് അല്ലെങ്കിൽ നമുക്ക് എറർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വരും. ഇത് മൊത്തം പേജ് മാറിയിട്ട് എറർ എന്ന് പറഞ്ഞ്. അപ്പൊ എറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് പ്രോപ്പർലി കോഡഡ് അല്ല. അപ്പൊ നിങ്ങൾക്ക് വൺസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തുള്ള അറ്റാക്ക് മൊത്തം ഇതിനകത്ത് ട്രൈ ചെയ്യാം. ഞാൻ അത് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ അഡ്മിൻ ഒരു ഇൻവെർട്ടഡ് കോമ മാത്രം കൊടുക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ SQL ഇഞ്ചക്ഷൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വന്നത്. ഇപ്പൊ യൂസർ നെയിം SQL ഇഞ്ചക്ഷന്റെ ഡാറ്റാബേസിലോട്ട് പോകണേ ഇതേപോലെ ആയിരിക്കും വരണേ. യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനെ ആയിരിക്കും ഡാറ്റാബേസിലോട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻപുട്ട് ചെയ്യണേ ഇങ്ങനെ ആയിരിക്കും. അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റാബേസിലോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ പാസ്വേഡ് ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റാബേസ് ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ SQL ഡാറ്റാബേസിലോട്ട് ഇതേപോലെ ആയിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ SQL ഡാറ്റാബേസിൽ പോയി ഫോർവേഡ് ചെയ്ത്
അതിനകത്ത് നോക്കുമ്പം ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ കണ്ടന്റ് നമുക്ക് ആ ലോഗിൻ പേജിലോട്ട് അടുത്ത ആ ഒരു ലോഗിൻ ആക്സസ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യണം, ആദ്യം അഡ്മിൻ കൊടുത്ത് നമുക്ക് ഇൻവാലിഡ് ആ കിട്ടിയത്. അപ്പൊ ഞാൻ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ അഡ്മിൻ എന്ന് പറഞ്ഞു, യൂസർ നെയിം അഡ്മിനും പാസ്വേഡ് അഡ്മിൻ എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റർ ക്ലിക്ക് ചെയ്യുക, കണ്ട ഇൻവാലിഡ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന്. അപ്പൊ ഇതല്ല ക്രെഡൻഷ്യൽ, ഇതല്ല എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, ബാക്ക് എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ബാക്ക് എൻഡിൽ കാണാൻ പറ്റുക. ഡെവലപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്, കാറ്റഗറി എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് SQL ഡാറ്റാബേസ് ലോഡ് ചെയ്ത്. ഇപ്പൊ ഞാനിത് പഠിക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് റഫ് ഐഡിയ മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. പ്രോപ്പർലി ഒരു ഡെവലപ്പറിന്റെ ഇത് കറക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കാൻ പറ്റും. അപ്പൊ അവിടെയാണ് ഈ ഡെവലപ്പറുടെ അഡ്വാൻറ്റേജ് വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ആ കണ്ടന്റ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇതാണ് ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത്. അപ്പൊ ബാക്ക് എൻഡ് ഞാൻ അഡ്മിൻ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റാബേസിൽ ആ ഒരു സ്ട്രിംഗിൽ അഡ്മിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത്, ആ ഒരു സ്ട്രിംഗിൽ അഡ്മിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നേരെ ഡാറ്റാബേസിൽ പോയി ആ ഡാറ്റാബേസിൽ ഡംപ് ചെയ്ത് അതല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇൻവാലിഡ് എന്ന് പറഞ്ഞു വന്നു. ഞാൻ ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ അഡ്മിൻ്റെ ഒപ്പം ഒരു ഇൻവെർട്ടഡ് കോമയും കൂടി ഇട്ട്. അപ്പൊ ശരിക്കും നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് കൺഫ്യൂസ് ആക്കുവാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു എക്സ്ട്രാ ഇൻവെർട്ടഡ് കോമ ഇട്ടപ്പം ഇത് രണ്ടും ഒരു സ്ട്രിംഗ് ആയി മാറി. അപ്പൊ ഇതിന് ഡാറ്റാബേസിൽ ഓൾറെഡി ഒരു ഇൻവെർട്ടഡ് കോമ ഉണ്ടായിരുന്നു ആ ഡാറ്റാബേസിൽ. അപ്പൊ ആ ഒരു ഇൻവെർട്ടഡ് കോമ ഔട്ട്സൈഡർ ആയിട്ട് മാറി. അവിടെ ഇത് നേരെ ഡാറ്റാബേസിൽ പോകുമ്പോൾ ഡാറ്റാബേസ് പ്രോപ്പർലി കോഡഡ് ആണെങ്കിൽ നമുക്ക് റീഫ്രഷ് ചെയ്ത് ഇതേപോലെ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് എഴുതി വരും, അല്ലെങ്കിൽ ഇതേപോലെ പേജ് എഴുതി വരും. പക്ഷെ പ്രോപ്പർലി കോഡഡ് അല്ലെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് വരും. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ ചെയ്യാൻ പോണെ, ജസ്റ്റ് ഒരു ഇൻവെർട്ടഡ് കോമ മാത്രം ആഡ് ചെയ്യുക. ഇൻവെർട്ടഡ് കോമ ആഡ് ചെയ്തപ്പം ഇപ്പൊ നേരത്തെ ഡാറ്റാബേസിൽ ഇങ്ങനെയാണ് ഇരുന്നത്, ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അഡ്മിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ ഇങ്ങനെയാണ് പോണേ, ഒന്നും കാണത്തില്ല. ജസ്റ്റ് നിങ്ങൾ അപ്പൊ അഡ്മിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് സ്ട്രിംഗിനകത്ത്, ആ ഒരു സ്ട്രിംഗിനകത്താണ് അഡ്മിൻ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ബാക്ക് എൻഡിൽ ഇങ്ങനെയാണ് അത് സെൻഡ് ചെയ്യുന്നത് ഡാറ്റാബേസിലോട്ട്. ഞാൻ ഈ അഡ്മിന്റെ ഒപ്പം തന്നെ ഒരു ഇൻവെർട്ടഡ് കോമ കൂടി ആഡ് ചെയ്തു. ഇൻവെർട്ടഡ് കോമ ആഡ് ചെയ്തപ്പം ഇതൊരു സ്ട്രിംഗ് ആയി മാറി. എന്നിട്ട് ആ വേക്കൻഡ് വന്ന ഒരു ഇൻവെർട്ടഡ് കോമ അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഡാറ്റാബേസിനെ കൺഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രോപ്പർലി കോഡഡ് അല്ലെങ്കിൽ നമുക്ക് കേട്ടാ ഇതേപോലെ ദ പേജ് ഈസ് ഇൻ വർക്കിംഗ് അല്ലെങ്കിൽ ഇന്റർണൽ സെർവർ എറർ അങ്ങനത്തെ വരും. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർലി കോഡഡ് അല്ല. വൺസ് നിങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രോപ്പർലി കോഡഡ് അല്ലെങ്കിൽ നേരെ നിങ്ങൾ ബാക്കിൽ പോവാ, എന്നിട്ട് ഇതിനകത്തുള്ള ഓരോ അറ്റാക്ക് ട്രൈ ചെയ്യണം. മനസ്സിലായോ? SQL ഇഞ്ചക്ഷൻ പേലോഡ് എന്ന് പറഞ്ഞ് ഓരോ അറ്റാക്ക് ട്രൈ ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഈ ഒരു അറ്റാക്ക് കോപ്പി ചെയ്യുവാണ്, എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം കേട്ടാ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓർ 1 = 1 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ബൂളിയൻ നിങ്ങൾ എഞ്ചിനീയറിംഗ് പിള്ളേരാണെങ്കിലും പിന്നെ +2 ഉണ്ടോന്ന് അറിയത്തില്ല, ബൂളിയൻ ലോജിക് ഇലക്ട്രോണിക്സ് അതിനകത്ത് വരണേ എനിക്ക് ഗേറ്റിന്റെ പിന്നെ ബൂളിയൻ അങ്ങനത്തെ എന്തോ ഒരു ടോപ്പിക് ഉണ്ട് എനിക്കത്, ആൾജിബ്ര അങ്ങനത്തെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഓർ 1 = 1 അല്ലെങ്കിൽ 1 = 1 ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്താലും ട്രൂ എന്നാ അതിന്റെ അർത്ഥം. ആൻഡ് ഓർ 1 = 1 അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ശരിക്കും പോലെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ 1 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ, ആ കണ്ടീഷൻ ട്രൂ കണ്ടീഷൻ ആണ് അതിന്റെ അർത്ഥം. പിന്നെ ഈ ഈ മൈനസ് ഉദ്ദേശിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻവാലിഡ് ക്രെഡൻഷ്യലാ, അതായത് യൂസർ നെയിം ആണോ പാസ്വേഡ് ആണോ അറിയത്തില്ല. അതിന് ഏതാ ചെക്ക് ചെയ്യണേ നമുക്ക് അറിയത്തില്ല. അതിനകത്ത് പറയുന്നില്ല നിങ്ങൾ ഇട്ടേക്കുന്ന യൂസർ നെയിം ആണോ തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പാസ്വേഡ് ആണോ തെറ്റ്. അപ്പൊ ക്രെഡൻഷ്യൽ വാല്യൂഷൻ ഇല്ല. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഈ ഓർ 1 = 1 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയത്, അതായത് ഇവിടെ എന്ത് ചെയ്താലും ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് നമ്മൾ ആ ഡാറ്റാബേസിനോട് പറയുന്നത്. പിന്നെ ഈ മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യണേ. ഈ സ്റ്റേറ്റ്മെന്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ സ്റ്റേറ്റ് ട്രൂ ആണെന്നാണ് നമ്മുടെ ഡാറ്റാബേസിനോട് പറയുന്നത്. അതായത് ഇവിടെ എന്ത് ചെയ്താലും ഇത് ട്രൂ ആയിട്ട് മാറണം. ഈ മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ വലതുവശത്തുള്ള എല്ലാം കമന്റ് ഔട്ട് ആയത്. അപ്പൊ പാസ്വേഡിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. ഇതിന്റെ ഇപ്പുറത്തുള്ള എന്ത്
കോഡിങ് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസ് എല്ലാം ചെയ്ത് അതെല്ലാം ഫുൾ കമന്റ് ആയി മാറി, കമന്റ് ഔട്ട് ആയി മാറി. അതായത് ഒന്നും വർക്കിംഗ് അല്ലാതെ മാറി, ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അവിടെ എന്ത് കണ്ടീഷൻ കൊടുത്താലും ഒന്നും ആ ഡാറ്റാബേസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഡാറ്റാബേസ് ആകെ അക്സെപ്റ്റ് ചെയ്യണേ ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ പാസ്വേഡിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് വൺസ് ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഡാറ്റാബേസ് അടിച്ചു പോയെന്നായിരിക്കുന്നുണ്ട്. കുറെ ഇങ്ങനെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എടുക്കാം. അഡ്മിൻ എന്ന് പറഞ്ഞ് സെയിം തന്നെ ഞാൻ എടുക്കാം. അഡ്മിനിൽ പോയി എന്നിട്ട് മൈനസ് മൈനസ് എന്ന് പറഞ്ഞു കൊടുത്ത് പാസ്വേഡ് ഞാൻ എന്ത് ടൈപ്പ് ചെയ്യാം, ലോഗിൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ഡാറ്റാബേസ് ഒന്ന് നിന്ന് പോയതാണ്. ഒരു സെക്കൻഡ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആക്സസ് കിട്ടും. ഒന്നുകൂടി ഞാൻ നിങ്ങൾ അവിടെ ഇരുന്ന് വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നടാ? നോക്കാം, കുഴപ്പമില്ല. നമ്മൾ ആ ലോഗിൻ പേജിലോട്ട് പോയി നേരത്തെ പറഞ്ഞ പോലെ അഡ്മിൻ ഒരു ഇൻവേർട്ട് കോമ കൊടുത്ത് മൈനസ് മൈനസ് കൂടി കൊടുത്ത് എന്നിട്ട് പാസ്വേഡ് എന്ത് വേണമെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്തോ. കേട്ടാ, ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ബൈപ്പാസ് ചെയ്യുന്നത്. ഇതിന്റെ ശരിക്കുള്ള പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അഡ്മിൻ, പിന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അഡ്മിൻ 123 ആയിരുന്നു. കണ്ടാ, ലോഗിൻ. അപ്പൊ അതിന്റെ പകരമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അഡ്മിൻ കൊടുത്ത് എന്നിട്ട് ഒരു ഇൻവെർട്ടർ കോമ കൊടുത്ത് എന്നിട്ട് ഒരു മൈനസ് മൈനസ് കൂടി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാസ്വേഡിൽ എന്ത് ടൈപ്പ് ചെയ്തു ലോഗിൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ ലോഗിൻ സക്സസ്ഫുള്ളി. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ബൈപ്പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസർ നെയിമോ പാസ്വേഡ് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ഈ എസ്ക്യൂഎലിന്റെ ഈ ഒരു ചീറ്റ് ഷീറ്റ് ഉപയോഗിച്ച്, ഇതിനാണ് ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഓരോ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ അടുത്ത വർക്ക് ചെയ്യണം, ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ അടുത്ത കോപ്പി പേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ പേജ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. വൺസ് നിങ്ങൾ ലോഗിൻ പേജ് ബൈപ്പാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഡാറ്റാബേസ് മൊത്തം നിങ്ങളുടെ ആക്സസ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ ആ ഡാറ്റാബേസിൽ ബാക്കിയുള്ള യൂസർ നെയിമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് കാണും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കംപ്ലീറ്റ് ആ സെർവറിനകത്തുള്ള ഹിഡൻ ആയിട്ടുള്ള ഡാറ്റാബേസ് മൊത്തം നിങ്ങൾക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OWASP ടോപ്പ് 10 പോയി കഴിഞ്ഞാൽ ഈ ടോപ്പ് 10 വൾണറബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് 5ാമത്തെ കാറ്റഗറിയിലാണ് ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞത്. സ്കിൽ ഇഞ്ചക്ഷൻ എല്ലാം എന്ത് ഇഞ്ചക്ഷൻ ടൈപ്പ് ആയാലും 5ാമത്തെ കാറ്റഗറിയില്ല. നല്ല പേ ആയിരിക്കും കിട്ടുന്നത്. $1000 to $2000 വരെ നിങ്ങൾക്ക് കിട്ടും പ്രോപ്പറായിട്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം, പ്രോപ്പറായിട്ട് റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം ഇത് ഏത് കാറ്റഗറിയാണ്, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആക്സസ് കിട്ടും. അതുകൊണ്ട് അവിടെയാണ് ഈ വെപ്പൺ ടെസ്റ്റിംഗിന്റെ കരിക്കുലം വരുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പ്രോപ്പർ റിപ്പോർട്ടിംഗ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, അതെല്ലാമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സൈബർ സെക്യൂരിറ്റിന്റെ ഒരു ചെറിയൊരു വിഭാഗം ഒരു മെജോറിറ്റി ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ വെപ്പൺ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള ടീച്ചിങ് കാര്യങ്ങളുണ്ട്, ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള കോഴ്സും ലാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചെറിയൊരു ലോഗിൻ പേജ് ആണ് നമ്മൾ ബൈപ്പാസ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ ടൈമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ വല്ലതും ഉണ്ടോ? ഫയർവാൾ ബ്ലോക്ക് ചെയ്യില്ലേ? ഓക്കെ, ആ ഫയർവാളും ബ്ലോക്ക് ചെയ്യും. ഫയർവാൾ ബൈപ്പാസ് ചെയ്യാനുള്ള ഉണ്ട്, ചില രീതിയിലും ബൈപ്പാസ് ചെയ്യാൻ പറ്റും. എൻമാപ്പിന്റെ ചില കമാൻഡ്സ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ വേർഡ് പ്രസ് ആണെങ്കിൽ WP യൂസ് ചെയ്യുക, അങ്ങനെ കുറെ കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫയർവാൾ ബൈപ്പാസ് ചെയ്യാനുള്ളുണ്ട്. ഏത് ടെക്നോളജി അറിഞ്ഞിട്ടാണ് നിങ്ങൾ അടുത്ത ഫയർവാൾ എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ AI വരുന്നത്. അപ്പൊ നമ്മൾ ഈ ടൂൾസിന് റിലയൻസിന് പകരമായിട്ട് നമുക്ക് AI ഉപയോഗിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഫയർവാൾ ഡിറ്റക്ഷന് ഭയങ്കര ചാൻസ് കുറവാണ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് വഴിയാണെങ്കിൽ. ഫയർവാൾ ഡിറ്റക്ട് ചെയ്യാതെ തന്നെ ചെയ്യുന്നവരുണ്ട്, ഫയർവാൾ ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട് കുറെ. പക്ഷെ ഇങ്ങനെ ബഗ് ബൗണ്ടറി പ്രോഗ്രാംസിലൊക്കെ മെജോറിറ്റി
ഒരു മാക്സിമം ആയിട്ട് ഫയർവാളിന്റെ വലിയ ഇഷ്യൂ വരത്തില്ല. കാരണം അവരുടെ അനുവാദത്തോടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണേ. സോ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ അവിടെ വരത്തില്ല അവിടെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? ഞാൻ ആ സർവർ ഓഫ് ചെയ്തിട്ട്. യെസ് സർ, അപ്പൊ ഇന്നത്തെ പ്രസന്റേഷൻ കഴിഞ്ഞു സർ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. അവർക്ക് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജും കാര്യങ്ങളും ഇല്ലാത്ത ആളുകളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫ്രം ബേസ് മുതൽ തന്നെ നമ്മൾ സാർ കവർ ചെയ്യുന്നുണ്ടാവും. സാറിന് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് നിർബന്ധമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ലാപ്ടോപ്പ് ഉള്ള ആളുകൾ, സൈബർ സെക്യൂരിറ്റി നല്ലൊരു കരിയർ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു 1 മന്തിന്റെ നല്ലൊരു ഫൗണ്ടേഷൻ മാസ്റ്റർ പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് 6 മാസ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ സർ, നമുക്ക് ഒരു 2 മിനിറ്റ് കൊടുക്കാം. 10:51 3 വരെ സമയം കൊടുക്കാം. ആർക്കും ഡൗട്ട് ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടൂൾസ്, അതായത് വെബ്സൈറ്റ് ടെസ്റ്റിംഗിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നെസസ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ കാളിയുടെ ആ തന്നെ ഒരു ടൂളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്. മിക്ക എല്ലാ കമ്പനിയിലും. സർ, ഒരു ചോദ്യം ഉണ്ട്, എ ബേസ്ഡ് സ്ക്രിപ്റ്റ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള? എ ബേസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ വെബ് ടെസ്റ്റിംഗ് വെബ്സൈറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് കുറെ കോഴ്സ് കവർ ചെയ്യും. ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ കോഴ്സിനകത്തും ഉണ്ട്. അതിനകത്ത് ഈ സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്ത് അതിനകത്തോട്ട് അപ്ലൈ എങ്ങനെ ചെയ്യണത് അതും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ലാബ് നമ്മൾ ആദ്യം മാനുവലി അതിനെ പെൻ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ AI യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്ത്, അത് തന്നെ മാനുവലി സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്ത്. അപ്പൊ AI ആയതുകൊണ്ട് അത് തരത്തില്ല സ്ക്രിപ്റ്റ്. അപ്പൊ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ജയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്, ബ്രേക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റ് എങ്ങനെ അതും ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് iOS സെക്യൂരിറ്റി പഠിപ്പിക്കുന്നത് ഇല്ല. ആ ആൻഡ്രോയിഡിന്റെ ഇല്ല കേട്ടോ. ആൻഡ്രോയിഡിന്റെ ചെറിയ ബേസിക് മാത്രമേ ഉള്ളൂ. അത് ഈ 30 ഡേയ്സ് ക്ലാസ്സിൽ ആൻഡ്രോയിഡിന്റെ മറ്റേ ഈ EDB വെച്ച് എങ്ങനെയാണ് ആൻഡ്രോയിഡിന്റെ അകത്തുള്ള ഡെവലപ്പർ ആക്സസ് എങ്ങനെ നേടിയെടുക്കുക, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണേ, അങ്ങനത്തെ ഒരു ചെറിയൊരു കോഴ്സാണ്. അല്ല 30 ഡേയ്സ് കോഴ്സിലുള്ള അത് 1 വീക്ക് അങ്ങാണ്ടുണ്ട് ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള. iOSന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐഷെൽ യൂസ് ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലിനക്സ് എങ്ങനെ പഠിക്കാം ഐഷെൽ യൂസ് ചെയ്തിട്ട്, അങ്ങനത്തെ ഉള്ളൂ കേട്ടോ. അഡ്വാൻസ് ആയിട്ടൊന്നുമില്ല iOSന്റെ കാര്യത്തിലായാലും ആൻഡ്രോയിഡിന്റെ കാര്യത്തിലായാലും. ആൻഡ്രോയിഡിലാണെങ്കിൽ ADB യൂസ് ചെയ്യുന്നുണ്ട്. iOSൽ വലിയ ആപ്പിളിന്റെ അതിനകത്ത് എക്കോ സിസ്റ്റത്തിനകത്ത് അതിനകത്ത് വലിയ സെക്യൂരിറ്റി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ആപ്പിൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ചെറിയ ലിനക്സിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ലിനക്സ് കമാൻഡ് ഒക്കെ പഠിക്കാൻ പറ്റും. കാരണം ഈ ലിനക്സ് ആണ് 90% ഉള്ള സെർവറിൽ റൺ ചെയ്യുന്ന ലിനക്സ് ആണ്. അപ്പൊ ലിനക്സിന്റെ കമാൻഡ്സ് ആണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. ബിടെക് AML technical knowledge, but we use this through AI in it. Is it beneficial? BTech ആണ്, little knowledge, but can we use this through AI? AI ശരിക്കും പറഞ്ഞ കോഴ്സ് ഇതുവരെ വന്നിട്ടില്ല. പെൻ ടെസ്റ്റിംഗ് പെൻ ടെസ്റ്റിംഗ് ഉണ്ട്, AI അല്ല. പക്ഷെ AI യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്യാറുണ്ട് ഇവരെ. അപ്പം സ്ക്രിപ്റ്റ് പൈത്തന്റെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇനിബ്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഏതിലോട്ട് പോകാനാണ് ഏബിൾ നോക്കണേ? സൈബർ സെക്യൂരിറ്റി ആയാലും ഏത് മേഖലയിലോട്ട് പോകണം? IoT ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, പിന്നെ വെബ് ഉണ്ട്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാനാണ് നോക്കണേ സൈബർ സെക്യൂരിറ്റി സ്പെസിഫിക് ആയിട്ട് ഏബിള്? തിങ്കിങ് അബൌട്ട് കുഴപ്പമില്ല. അപ്പം ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏബിൾ ചെയ്യേണ്ടത് ഇപ്പൊ AIML പഠിച്ചുകൊണ്ട് വെബ്സൈറ്റ് പെൻ ടെസ്റ്റിംഗ് ഇല്ലെങ്കിൽ അതന്നെ വെബ്സൈറ്റ് പെൻ ടെസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് പെൻ ടെസ്റ്റിംഗ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഔട്ട്ലൈൻ ആയിട്ട് ആദ്യം സൈബർ സെക്യൂരിറ്റി മൊത്തത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് സെലക്ട് ചെയ്യുക. AML ആണെങ്കിൽ കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാ സയൻസ് അതിലോട്ട് പോകാനാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ സൈബർ സെക്യൂരിറ്റി എന്തിനാ മീൻസ് സൈബർ സെക്യൂരിറ്റി ഓപ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺ വല്ലതും ഉണ്ടോ? ഇപ്പൊ കാരണം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ഇത്. AML
കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ടോപ്പിക് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സൈബർ സെക്യൂരിറ്റി വരാനായിട്ട് എന്തെങ്കിലും കാരണം വല്ലതും ഉണ്ടോ ഏബിളിന്? എനിത്തിങ്? അത് ജസ്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നത്? റിപ്ലൈ തരാം. നോക്കി വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സാറേ നമുക്ക് പിന്നെ iOS-ല് പിന്നെ ഐപാഡിൽ നമുക്ക് ഇത് കാളി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ലല്ലോ? ഐപാഡിലും iOS-ലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആപ്പിളിന്റെ മാക്ബുക്കിലേ പറ്റത്തുള്ളൂ കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ജസ്റ്റ് മാക്ബുക്കിലേ പറ്റത്തുള്ളൂ. ലാപ്പ് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്ന് വാങ്ങേണ്ടി വരും അല്ലേ? അതന്നെ. Skill to get knowledge about it from industry, like while working I want പാർട്ട് ടൈം വിത്ത് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, പാർട്ട് ടൈം ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വെബ്സൈറ്റ് പെൻ ടെസ്റ്റിംഗ് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അതാകുമ്പം പഠിക്കുകയും ചെയ്യാം, അതിനൊപ്പം റിയൽ വേൾഡ് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ബഗ് ബൗണ്ടീസ്, ഹാക്കർ വൺ, ഇങ്ങനെ കുറെ വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് ഈ വെബ്സൈറ്റ് അതിനകത്ത് അവർ തന്നിട്ടുണ്ട്, കുറെ വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്യൂമറേറ്റ് ചെയ്യാം. എന്യൂമറേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അത് കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രാക്ടീസ് വേണം. 2-3 months 4 months എങ്കിലും അതിന്റെ പിന്നാലെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പൊ അത് നല്ലൊരു സൈഡ് ഇൻകം പോലെയാണ് ശരിക്കും പറഞ്ഞത്. അത്രയും ഡെഡിക്കേഷൻ വേണം കേട്ടോ. അത് 4 മാസം കുത്തിയിരുന്ന് അതിനുള്ള ഡെഡിക്കേഷൻ വേണം. ശരിക്കും പറഞ്ഞാൽ കോഡ് സെക്യൂർ എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. അപ്പൊ ഈ ഒരു അക്കാഡമി എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് മീൻസ് വെപ്പൺ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇവിടെ കോഴ്സിലും ഇതിനകത്തുള്ള ലാബ്സും കാര്യങ്ങളും മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഇതിനകത്തുള്ള എത്രാണ്ട് 200 ലാബ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെപ്പൺ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന ഫ്രീ ടൈം ഉണ്ടെങ്കിൽ, അതായത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ വെപ്പൺ ടെസ്റ്റിംഗ് നല്ല ഒരു സ്കീമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് റിയൽ വേൾഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മൊത്തം ഇപ്പൊ റൺ ചെയ്യുന്ന മൊത്തം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു 5 years കഴിഞ്ഞാലാണ് എയുടെ വരണേ. ഇത് മീൻസ് എ കുറച്ചൊരു, അപ്പൊ എ ബേസ് ചെയ്തുള്ള അടുത്ത വരും പെൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ തൽക്കാലം വെബ്സൈറ്റ് ആണ് പോപ്പുലർ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ സർ, കഴിഞ്ഞു സർ. ഓക്കെ, താങ്ക് യു അലൻ സർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിയലി നിങ്ങൾ ഹാക്കിംഗ് പഠിക്കാൻ അലൻ സർ എടുത്തുന്ന എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ സ്റ്റാ ബാക്ക് ചെയ്യാം. അപ്പൊ എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ പറ്റും? കിനൈറ്റ്സ് അക്കാദമി ഏകദേശം 4 വർഷമായിട്ട് ഈ മേഖലയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 500-ലധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ മാസ്റ്റർ പ്രോഗ്രാംസ് ഒക്കെ 1 month കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. അതിന്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്യാം, നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് കമന്റിൽ അറിയിക്കാവും. ഐ എന്ന് ടൈപ്പ് ചെയ്യാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. എത്തിക്കൽ ഹാക്കിംഗ് അലൻ സർ നിന്ന് പഠിക്കണം എന്നുള്ള ആളുകൾ പഠിക്കുന്ന റിയൽ പ്രൊജക്റ്റിൽ, യെസ് റിയൽ പ്രൊജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു അഡ്വാൻസ് ലെവലിൽ നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസത്തെ കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് 1 month നമുക്കൊരു മാസ്റ്റർ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാകുക. അതിനുശേഷം അഡ്വാൻസ് ലെവലിലോട്ട് പോകും. ഫസ്റ്റ് മന്ത് കൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഉണ്ടാകുക. അതിനുശേഷം നിങ്ങൾക്ക് 6 മാസം ട്രെയിനിങ് ഉണ്ടാവും. 6 മാസം ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് റിയൽ കമ്പനികളിൽ പോയിട്ട് ഗ്യാരണ്ടീഡ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, പ്രാക്ടിക്കൽ തന്നെയാണ് ഉണ്ടാകുക. ഫ്രം ഡേ 1 മുതൽ തന്നെ ഒരു 90% പ്രാക്ടിക്കലും ഒരു 10% തിയറി ഉണ്ടാവുള്ളൂ. ഒക്കെ പ്രാക്ടിക്കൽ തന്നെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുക. ഓക്കെ, യെസ്, തിയറി മാത്രം ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ഒന്നും ആകാൻ പറ്റൂല. പ്രാക്ടിക്കൽ തന്നെയാണ് വേണ്ടത്. ഓക്കെ, പല ലെവലിൽ തന്നെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവുക കേട്ടോ. ഇന്റേൺഷിപ്പ് എത്ര ടൈം? 1 year വരെയുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസം മുതൽ 1 year വരെയാണ്. ബേസ്ഡ് ഓൺ ഫേംസ് ആണ് വരിക. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ CEO ആണ് മുഹമ്മദ് റിഷാൻ സർ ആണ് നമ്മുടെ കമ്പനിയുടെ CEO വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 1 month ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ് ആദ്യം. ഒരു മാസ്റ്റർ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലോട്ട് പോകാന്നുള്ളതാണ് നമ്മൾ തരുന്ന സപ്പോർട്ട് എന്നുള്ളത്. ഇനി ഡയറക്റ്റ് അഡ്വാൻസിലോട്ട് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ അലൻ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. റിയൽ കമ്പനികളിൽ വർക്ക് ചെയ്ത് പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ബഗ് ബൗണ്ടിയും ബഗ് ഹണ്ടറും അതുപോലെ തന്നെ ഒരുപാട് പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ് നമ്മൾ ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നമുക്ക് സമർ സാർ ഉണ്ട്, അതുപോലെ തന്നെ ഏബിൾ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ?
എത്ര പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ്? ഒന്ന് ഐ എന്ന് കമന്റ് ചെയ്യാമോ? യെസ്, സാറിന് ഇൻട്രസ്റ്റഡ് ആണ്. രണ്ട് ജോബ് ചെയ്യുന്നതിന് പ്രശ്നമല്ല. നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ജോബിൽ അത് ബാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഉണ്ടാവും. ഓക്കെ, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത്. അതിന് വിഷയമൊന്നുമില്ല. ഓക്കെ, നമുക്കിവിടെ സ്ട്രക്ചേർഡ് ആയ ലേണിംഗ് പാത്ത് വേ ഉണ്ട്. അതുപോലെ എക്സ്പേർട്ട് മെന്റർഷിപ്പ് ഉണ്ടാവും. ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടാവും. റിയൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവും. ഓക്കെ, 0 മുതൽ ഹീറോ എന്നുള്ള ലെവലിലാണ് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട്, തിയറി അല്ല പ്രാക്ടിക്കൽ തന്നെയാണ് ഉണ്ടാകുക. ഓക്കെ, ഇവിടെ നമ്മൾ 1 മന്തിന്റെ കോഴ്സിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്തിക്കൽ ഹാക്കിംഗ് ഫണ്ടമെന്റൽസ് നിങ്ങൾ ക്ലിയർ ചെയ്യും. ലിനക്സ്, മെറ്റാസ്പ്ലോയിറ്റിംഗ്, എൻമാപ്പ്, കൂടുതലുള്ള ടൂളുകളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ അവസരങ്ങളുണ്ട്. ഹാൻഡ്സം പ്രോജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈം റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ട എല്ലാ ടൂളുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. വാട്സപ്പ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും. 24/7 വാട്സപ്പ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും. ട്രെയിനറായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. ഓക്കെ, ലൈവായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും. ഡെയിലി 1 മണിക്കൂർ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം വരുന്നത്. അഡ്വാൻസ് പ്രോഗ്രാം ആകുമ്പോൾ ഡെയിലി 2 മണിക്കൂറാണ് ഉണ്ടാകുക. ഓൾറെഡി 10,000-ത്തിലധികം കുട്ടികൾ നമ്മൾ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. സക്സസ് സ്റ്റോറീസ് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ദിസ് അവർ അലൻ സർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 8 വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസർ ആണ്. ആലപ്പുഴക്കാരനാണ്. നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടും സൈബർ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നമ്മളൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മളെ ലൈവ് സെഷൻസ് വരുന്നത് രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ്. നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ വരുന്നത്. അഡ്വാൻസ് പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ 8 മണി മുതൽ 10 മണി വരെ എന്ന സമയത്തായിരിക്കും ഉണ്ടാകാം. നമ്മൾ ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ലാംഗ്വേജിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് ടെക്നിക്കൽ നോളജ് സാറോട് ആയിട്ട് തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് അത് സാറോട് ചോദിക്കാം. ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ചോദിച്ചോളൂ. സാർ അലൻ സാർ ആണ്. സാർ ഒന്ന് ടാഗ് ചെയ്താൽ മതി. സാർ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മളെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമുക്ക് CCTV ക്യാമറ ഹാക്കിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ലൊക്കേഷൻ ഹാക്കിംഗ്, ഫ്രീസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. CCTV ഹാക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു കോഴ്സിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ടാവും, എത്ര പേർക്ക് താല്പര്യമുണ്ട്, ഇതിന്റെ വാല്യൂ എത്ര ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ പെടുന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹാൻഡ് റൈസ് അല്ലെങ്കിൽ ഒരു കമന്റ് വി എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഇതിന്റെ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ? ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് നമുക്കൊരു ഇതിന്റെ വാല്യൂ 5,000 ആണ് ട്രെയിനിങ് വരുന്നത്. ഇതിന് സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഇൻഡസ്ട്രി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 1 മന്തിന് കഴിഞ്ഞാൽ ജൂനിയർ എത്തിക്കൽ ഹാക്കർ എന്നുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, MSME സ്റ്റാർട്ടപ്പിന്റെ റെക്കഗ്നൈസ് ഉള്ള സർട്ടിഫിക്കേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാകുക. അതുപോലെ ലൈഫ് ടൈം റെക്കോർഡ് ആക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. 2,000 വർത്ത് ആണ്. കമ്മ്യൂണിറ്റി ആൻഡ് മെന്റർ സപ്പോർട്ട് ആണ് 1,000 വർത്ത്. ഇതിന്റെ ആക്ച്വൽ വാല്യൂ വരുന്നത് 12,000 റുപ്പീസിന്റെ കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് സ്പെഷ്യൽ, ഇപ്പൊ നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്തത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒള്ളി നോർമൽ നമ്മൾ കൊടുക്കാൻ 9,000 ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 7,000 ഓഫർ അവൈലബിൾ ആണ്. ബട്ട് വീണ്ടും ഓഫർ ഉണ്ട്. എത്ര ആളുകൾക്ക് അറിയാൻ താല്പര്യം? ഇപ്പോ നിങ്ങൾ ചെയ്യാൻ ഒരു എമൗണ്ട് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇത് സ്പെഷ്യൽ ഓഫർ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ഓക്കെ ആണ്? എത്ര പേർക്ക് അറിയാൻ താല്പര്യമുണ്ടോ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ? ഹലോ, ആർക്കും താല്പര്യമില്ലേ? യെസ്, ഒരാളുള്ളൂ. യെസ്, 2 ആള്. യെസ്, യെസ്, ഫുൾ കോഴ്സിന് നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അപ് ടു 20,000 വരെ സ്കോളർഷിപ്പ് അടക്കം നിങ്ങൾ അഡ്വാൻസ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1 മന്തിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ടേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഓഫർ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. വെറും 1,000 അഡ്വാൻസ് പേ ചെയ്യുന്നത്. ഇപ്പോൾ വെറും 1,000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 7,000 ഉള്ളത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് നമ്മൾ തരാൻ റെഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 4,999 നിങ്ങൾക്ക് ഇപ്പോൾ 1,000 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. യെസ്, ടീം ഗ്രൂപ്പിൽ ഇതിന്റെ QR കോഡ് ഇടാം. യെസ്, ഞാൻ വേണമെങ്കിൽ ഇതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. ഇപ്പോ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു 1,000 പേ ചെയ്ത് സ്ലിറ്റ് ബുക്ക് ചെയ്തിടാം. 4,999 ആണ് ഓഫർ പ്രൈസ് വരുന്നത്. യെസ്, ഇതിൽ LMS ആക്സസ് ഉണ്ടാവും, ലൈവ് ആക്സസ് ക്ലാസ്സുകൾ ഉണ്ടാവും,
റെക്കോർഡിങ്സ് ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഡ്വാൻസ് കോഴ്സിലോട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കൂടിയാണ് ഇത് വരുന്നത്. യെസ്, സമത് സാറിന് 6 മന്തിന്റെ കോഴ്സാണ് വേണ്ടത്. 6 മന്തിലും ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കവേർഡ് ആണ് കേട്ടോ, 6 മന്ത് എടുക്കുകയാണെങ്കിലും. അപ്പൊ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60%, അപ്പോൾ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 20,000 വരെ ഡിസ്കൗണ്ട് ഉണ്ട്. 6 മാസത്തേക്ക് നമുക്ക് ചാർജ് ചെയ്യുന്നത് ആക്ച്വൽ 90,000 ആണ് വരുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച നമ്മളൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതിലോട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60,000 മാത്രമേ വരുന്നുള്ളൂ. എത്രയാണ്? 60,000 രൂപ മന്ത്ലി 10,000 വെച്ച് അടക്കാം. അത് തന്നെ നിങ്ങൾ ഫസ്റ്റ് 1 മന്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് നടത്തും. അത് നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20,000 വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ അവസരമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ഇന്റേൺഷിപ്പ് ഉണ്ടാവും, റിയൽ കമ്പനികളിൽ പോയി വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട്. സൈബർ സെക്യൂരിറ്റിയിൽ 2 ഏരിയാസ്, ഒഫൻസ് ഏരിയയും ഡിഫൻസ് ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. 4 പ്രൊജക്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ പ്രൊജക്ട് നമ്മൾ ചെയ്യിപ്പിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പ്ലേസ്മെന്റ് സപ്പോർട്ട് കാര്യങ്ങൾ അടക്കം വരുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ EC കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ ഉണ്ട്. CH എന്നുള്ള എക്സാമിനേഷനുമായിട്ടുള്ള ട്രെയിനിങ്ങും നമ്മൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈമർ ഓൺ ആണ്. ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇപ്പൊ രണ്ട് പ്രോഗ്രാമിലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് സമയമുണ്ട്. ടൈമർ ഓൺ ആകാണ്. 5 മിനിറ്റ് സമയമുണ്ട്. ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓഫറുകളൊക്കെ. ഓക്കെ, ഞാൻ പേയ്മെന്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ UPI ഷെയർ ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ സ്ഥാപനം വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഓഫ്ലൈൻ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ചേരിയാണ് വരുന്നത്. ഗൂഗിളിൽ ക്യുനൈറ്റ്സ് അടിച്ചാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഓക്കെ, 4.6 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റിവ്യൂസ് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നമ്മളെ റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ നമ്മളെ കോഴ്സ് പഠിച്ചതിന് ശേഷം നല്ല നല്ല റെസ്പോൺസ് തന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അവൈലബിൾ ആണ്. യൂട്യൂബിൽ ക്യുനൈറ്റ്സ് അക്കാഡമി അടിച്ചാൽ മതി. പ്ലേസ്മെന്റ് ബേസ്ഡ് ഓൺ ആ ടൈമിൽ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട്. കേരള ഉണ്ട്, കേരള കിട്ടും, കേരളത്തിന് പുറത്ത് കിട്ടും. GCCയിലാണ് നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. ക്യുനൈറ്റ്സ് അക്കാഡമി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, നമ്മളെ ഡെമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. നമ്മൾ ടൈം ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ ചെയ്യാനുള്ള UPI ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കോഴ്സ് എടുത്തിട്ടുള്ള ആളുകളുടെ പഠിച്ചിട്ടുള്ള നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ റിവ്യൂസ് ആണിത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാളാണ് ഇത്. TCSൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആയിരുന്നു. നമ്മളെ കോഴ്സ് എടുത്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. സൗദി അറേബ്യയിലായിരുന്നു ഇദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് ആളുകളുടെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്, അപ്പൊ നമ്മളെ ടൈമർ ഓൺ ഗോയിങ് ആണ്. 2 മിനിറ്റ് കൂടി സമയമുണ്ട്. നിങ്ങൾ QR കോഡ് എല്ലാവർക്കും കിട്ടിയോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമുള്ള ഓഫറാണ്. 1,000 അടച്ചു കഴിഞ്ഞാൽ ഫോർ 999 നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ച് കിട്ടും. അതുപോലെ തന്നെ 90,000 അഡ്വാൻസ്ഡ് പ്രോഗ്രാം 60,000 കിട്ടും. അതിൽ തന്നെ 20,000 സ്കോളർഷിപ്പ് കിട്ടാനുള്ള അവസരമാണ് തരുന്നത്. ഇപ്പോൾ 1000 രൂപ ചെയ്ത് ചെയ്യുന്ന ആളുകൾ. യെസ്, ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കാം. യെസ്, അലൂഫ്, എൻ്റെ ഈ നമ്പറിലോട്ട് ഒന്ന് പേഴ്സണലി ഒന്ന് ചാറ്റ് ചെയ്യണം. ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള നിങ്ങൾ കണക്ട് ചെയ്ത ആളുകൾ കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം. വാട്സ്ആപ്പ് നമ്പർ 9656231815. ഇതിലോട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി.
സാറിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ലെഫ്റ്റ് ആയത് തോന്നുന്നുണ്ട്. ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ളവർ ചെയ്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യണേ. മെസ്സേജ് പോയാൽ നമ്മൾ ടൈമിംഗ് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. സാറിന്റെ വോയിസ് ക്ലിയർ അല്ല. ഒന്ന് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഓക്കെ. നമ്മൾ ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഇനി QR കോഡ് വേണ്ടവർക്ക് ഗ്രൂപ്പിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ടൈം കഴിയുന്നതിന് മുന്നേ ചെയ്താൽ ഈ ഒരു ഓഫറിൽ തന്നെ ജോയിൻ ചെയ്യാം. May 4-നല്ലേ സർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ? ഈ മൺഡേ. ടൈം കഴിഞ്ഞിട്ടുണ്ട്. കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നമ്പർ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിൽ ഞാൻ താഴെ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. സമത് സാർ വിളിക്കുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ കോഴ്സിന്? നമ്മുടെ അഡ്വാൻസ്ഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. ഞാൻ അയച്ചത് ഡീറ്റെയിൽസ് പറഞ്ഞാൽ. ഏബൽ എനിക്ക് തോന്നുന്നു ഏബിൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ. 4-ാം തീയതിയാണ് ഈ മൺഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ബാലൻസ് പേയ്മെന്റ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ശരി. ഓക്കെ ഷുവർ. ഇനി വേറെ ഒന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും വൈൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ. താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റിൻസി മാഡത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഗ്രൂപ്പിലെ അഡ്മിൻസിനെയോ അല്ലെങ്കിൽ ഇതിൽ ഷെയർ ചെയ്തുള്ള നമ്പറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. നമ്പർ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ, ആ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നിതിൻ, ആഷിഖ്, അലൂഫ്. Anyone have any doubt, you can ask directly or you can chat in the comment box. Okay. Okay, thank you all. Okay, thank you. Good night.